ഹായ് ഗൈസ് അപ്പോൾ കിഷ്കിന്ദ കാണ്ഡത്തിനെ പറ്റി പറയുന്നതിനേക്കാളും മുമ്പ് എനിക്കൊരു കാര്യം, ഈ കിഷ്കിന്ദ കാണ്ഡം എന്നുള്ള പേര് ഞാനിത് എവിടെ നിന്നാണെന്നുള്ള നോക്കിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം മനസ്സിലാക്കിയത്. ദാറ്റ് നമ്മുടെ രാമായണത്തിലൊരു സെഗ്മെന്റിന്റെ ഒരു പേരാണ് കിഷ്കിന്ദ കാണ്ഡം. കിഷ്കിന്ദ എന്ന് പറയുന്നത് ഒരു മങ്കി കിങ്ഡത്തിന്റെ ഒരു അർത്ഥമാണ് വരുന്നത്. സിനിമ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് ആസിഫ് അലി. ഇതിന് ഡയറക്റ്റഡ് ബൈ ദിൻജിത്ത് അയ്യന്തൻ ആൻഡ് റിട്ടൺ ബൈ ബാഹുൽ രമേശ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഈച്ച് ആൻഡ് എവരി സീൻസ് നമ്മളിങ്ങനെ അടുത്ത് എന്താണ് അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തായിരിക്കും മിസ് ഔട്ട് ആവുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഈച്ച് ആൻഡ് എവരി സെക്കൻഡുകൾ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടായിട്ടുള്ള കാര്യം. മ്യൂസിക് ഒബ്വിയസ്ലി നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് പയ്യെ ഇൻട്രസ്റ്റ് ഉള്ള മൂവി മ്യൂസിക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള പോലെ തോന്നും. പക്ഷെ ആ മ്യൂസിക് ഇതിൽ പ്ലേസ് എ മേജർ റോൾ. ചില സീൻസിനൊക്കെ വേറെ ലെവലിലോട്ട് ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്ത് പോണ സീൻസുകളൊക്കെ ഉണ്ട്. ആ മ്യൂസിക് കാരണം തന്നെ നമ്മുടെ ഇമോഷൻസ് ഒക്കെ പയ്യെ ഇങ്ങനെ എലവേറ്റ് ആവും. സോ മ്യൂസിക് ഈസ് കമ്പോസ്ഡ് ബൈ മുജീബ് മജീദ്. ഈവൻ ദോ നമുക്ക് കുറെ റിസംബ്ലൻസ് ഒക്കെ തോന്നുമെങ്കിലും ഈ മ്യൂസിക് പറ്റിയതായിട്ട് തന്നെയാണ് ആള് കൊണ്ടുവച്ചിട്ടുള്ളത്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ഹിം. ഇതിലെ മെയിൻ കാര്യം ഇതിന്റെ പെർഫോമൻസസ്. ഇതിലെ കാസ്റ്റ് അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ലോ ആയിട്ടാണ് ആദ്യം സിനിമ പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിലെ കോൺവെർസേഷൻസ് ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കുറെ ഹിന്റുകളൊക്കെ ആയിട്ട് അവിടെ കേട്ട് ഹിന്റുകൾ കിട്ടിയിട്ടാണ് നമുക്ക് ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്. ഇതിലൊരു സ്പൂൺ ഫീഡിങ് മെക്കാനിസം അല്ല ഇതിന്റെ. നമ്മൾ ഓരോ ഹിന്റ് ബൈ ഹിന്റ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് വരേണ്ട സീൻസുകളാണ്. അത് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ത്രൂ ഔട്ട് ദ മൂവി നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അടുത്തത് എന്ത്, അല്ലെങ്കിൽ അടുത്ത എന്ത് ഡയലോഗ്, ഇതിലെന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ മീനിങ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആസിഫ് അലി ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം ആളുടെ പെർഫോമൻസസ് ആണ് അവസാനത്തെ ഒരു കുറച്ച് മിനിറ്റ്സ് നമുക്ക് ആളുടെ പെർഫോമൻസസിലൂടെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ എലവേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സീൻസുകളൊക്കെ വരുന്നുണ്ട്. സോ ആസിഫ് അലി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. പിന്നെ ഉള്ളത് വിജയരാഘവൻ ആക്ച്വലി വിജയരാഘവന്റെ കുറെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറെയൊക്കെ വിജയരാഘവന്റെ ക്യാരക്ടേഴ്സ് ഭയങ്കര റിപ്പിറ്റേറ്റീവ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തിൽ ഇങ്ങനത്തെ ഒരു വിജയരാഘവനെ നിങ്ങൾ എവിടെയും, ഞാൻ ഈ ഒരു സിനിമയിലും ഇങ്ങനത്തെ ഒരു വിജയരാഘവനെ കണ്ടിട്ടേ ഇല്ല. ഒരു രീതിയിൽ റിസംബ്ലൻസ് ഇല്ല. നമുക്ക് ഈവൻ ദോ ഒരു ഇമോഷണൽ സീനിൽ ആള്, ഈ സിനിമ ആക്ച്വലി വിജയരാഘവന്റെ ക്യാരക്ടറിന് ചുറ്റിപ്പറ്റിയിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ ഒരു സീനിൽ ആക്ച്വലി ഇതൊരു ഇമോഷണൽ സീനായിട്ടായിരിക്കും കാണിക്കുക. പക്ഷെ വിജയരാഘവന്റെ പെർഫോമൻസ് കാരണം നമുക്ക് പിന്നെ ചിരിയും വരും. കാരണം അങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഇതെന്തത് നമുക്ക് ചിരിയും വരും ത്രൂ ഔട്ട്. എന്നാലും നമുക്ക് ഇതിന്റെ ഒരു ഇമോഷൻ സൈഡ് കൂടി നമുക്ക് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാം. അപ്പോൾ വിജയരാഘവന്റെ ആ ഒരു പെർഫോമൻസ് ആണ് സിനിമയിലെ മെയിൻ ഹൈലൈറ്റ്. ആള് സീൻസൊക്കെ നമ്മൾ ഞെട്ടി ഇങ്ങനെ ഹൊറർ പടത്തിലെ പോലെ തന്നെ വരുന്ന ഒരു സീൻസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ കാണുമ്പോൾ എൻ്റെ പൊന്നെ, ഇത് ആ സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും നമ്മൊന്ന് ഫ്രീസ് ആയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മൊമെന്റ്സുകൾ ഇതിൽ വന്നു പോകുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ഒരു രീതിയിലും ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത നിലയിലാണ് ആ സിനിമയുടെ സീൻസൊക്കെ അവർ വെച്ചിട്ടുള്ളത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊക്കെ അടിപൊളിയായിട്ട് ഇത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ജഗദീഷിന്റെ ക്യാരക്ടർ സ്റ്റിൽ നമുക്ക് എവിടെയോ ഒരു സിമിലാരിറ്റി തോന്നുമെങ്കിലും പക്ഷെ ആളുടെ ഒരു ഡയലോഗ് ഡെലിവറി, ആളുടെ ഒരു ആക്ടിങ്, അത് മസ്റ്റ്, അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആളുടെ ഒരു അവസ്ഥയിലൂടെ ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞ ബാലമുരളി ഫസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെയോ ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെയൊക്കെ വരും നമുക്ക് എവിടേക്കോ ഇതൊരു റിസംബ്ലൻസ് ഉള്ള പോലെ ആയിട്ട് തോന്നും. ആൻഡ് അവസാനമായാലും ആളുടെ ഒരു ആക്ടിങ് ഒക്കെ വരുന്നുണ്ട്. അത് അവസാനത്ത് കുറച്ചൊരു പോർഷൻസ് വേറെ ലെവലാണ് ഇതില്. അതിലൊരു ഇമോഷൻ സീൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടി വരുന്ന കുറച്ച് സീൻസുകളൊക്കെ ഉണ്ട്. സോ ഓവറോൾ ഈ സിനിമ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. ആസ് എ മലയാളം മൂവി, നമ്മൾ ഒരു യൂഷ്വൽ മലയാളം മൂവി കണ്ടിട്ട് വരുന്ന പോലെയുള്ള എക്സ്പീരിയൻസ് അല്ല. ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന നിലവാരത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് അത്. എനിക്ക് ഈ പടത്തിലെ മെയിൻ കാര്യം ഈ എടുത്തു വെച്ചേക്കുന്ന രീതിയാണ്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഇതിന്റെ എഡിറ്റിംഗ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വന്നത് നമ്മുടെ ഒരു ക്രിസ്റ്റഫർ നോളന്റെ ഒരു വേ ഓഫ് ട്രീറ്റ്മെന്റ് ടു ഹിസ് മൂവീസ്, ഒരു സൈൻ വേവ് പോലെയാണെന്ന് പറയണേ. സെയിം രീതിയിൽ തന്നെയാണ് ആള് ഇതിൽ കൊണ്ടുപോയിട്ടുള്ളത്. കുറെ ഇങ്ങനെ കണക്ട് ചെയ്ത് അവസാനം അത് കൂടി ലിങ്ക് ചെയ്യിപ്പിക്കും. അപ്പൊ ആ ഒരു മോട്ടിവേഷൻ ഇതിൽ കംപ്ലീറ്റ്ലി കാണുന്നുണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു അപ്രോച്ച് നടത്തിയത്, ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു പടം ഇന്ത്യൻ സിനിമയിൽ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. കാരണം അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ട്രീറ്റ്മെന്റ്. ഓഫ് കോഴ്സ് ഹാറ്റ്സ് ഓഫ് ടു എൻ്റയർ ടീം. That's all about it. Yeah, so you guys let me know through the comments about the review. Okay guys, see you until the next video. Bye bye.